ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേചനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി, മത, ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൗരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൗണ്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജനധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൗകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്കെത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, PM സൂര്യഘർ, PM സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൗഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരിക്കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്.
വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌച പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവ്വം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗെ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൗന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേ ഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാത ശൃംഖല 2014 91,287 കിലോമീറ്റർ എന്നതിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 1,46,145 കിലോമീറ്ററായി. വിദേശനയ രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ L1 തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ് വ്യവസ്ഥയെന്ന നിലയിൽ നിന്നും ലോകം വിശ്വസിക്കുന്നൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തായി ഉയർന്ന സ്റ്റാർട്ടപ്പ് മുന്നേറ്റം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതുശക്തിയായി മാറി. ആഗോളതലത്തിലെ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനം, സാന്നിധ്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും ലഭിച്ച പുതിയ അവസരങ്ങൾ എന്നിവയും നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് ഒരു യഥാർത്ഥ ജനകീയ സർക്കാർ. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനും ജനപങ്കാളിത്തത്തിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. NDA സർക്കാർ രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.